സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയമാരുതിയുടെ ബാനറിൽ ടി വാസുദേവൻ നിർമ്മിച്ച ചിത്രമാണ് മറുനാട്ടിൽ ഒരു മലയാളി. സംവിധാനം ചെയ്തത് AB രാജ് ആണ്. കഥ തിരക്കഥ SL പുരം. അഭിനയിച്ചിരിക്കുന്നവർ പ്രേം നസീർ, അടൂർ ബാസി, SP പിള്ള, ശങ്കരാടി, വിജയശ്രീ, പറവൂർ ഭരതൻ, ആലും മൂടൻ, ഫിലോമിന തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. 1971 ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മറുനാട്ടിലൊരു മലയാളിയുടെ ചെറിയൊരു കഥാ സംഗ്രഹത്തിലേക്ക് നമുക്ക് നോക്കാം. കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ മതവും പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് മറുനാട്ടിൽ ഒരു മലയാളി എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് തൊഴിലില്ലായ്മകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമയിലെ തുടക്കത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രേം നസീർ മദ്രാസിയിലേക്ക്, മാത്യു എന്നാണ് പ്രേം നസീറിന്റെ കഥാപാത്രത്തിന്റെ പേര്, മദ്രാസിയിലേക്ക് തൊഴിലന്വേഷിച്ച് വരികയാണ്. അപ്പൊ അവിടെ 1-2 ക്രിസ്ത്യൻ മുതലാളിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ജോലി ചോദിക്കുന്നു. അപ്പോൾ എന്നാണ് പേര് എന്നൊക്കെ പറയുന്നു. അപ്പോൾ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം എനിക്കിവിടെ ജോലിയില്ല, നിങ്ങൾ വേറെ സ്ഥലത്ത് അന്വേഷിച്ചോളൂ എന്ന് പറയുന്നു. പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലില്ലായ്മയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മാന്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് പുള്ളിക്ക് ജോലി ഉണ്ടോ ജോലി ഇല്ലയോ ഒന്നൊന്നും പറയുന്നില്ല അവിടെ ആരും. അവരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് മാത്യുലേക്ക് വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി 2 ഇഡ്ഡലി മേടിച്ചു. അങ്ങനെ സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് ഇഡ്ഡലി കഴിച്ചോണ്ടിരിക്കും. ഇയാള് സാമ്പാർ മേടിച്ച് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വെയിറ്റർ വന്നിട്ട് ചീത്തയെ പറയുന്നുണ്ട്, നിങ്ങൾ സാമ്പാർ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണോ, ചായ കാപ്പി എന്തെങ്കിലുമൊക്കെ വേണം? ചായ ഒന്നും വേണ്ട എന്നാണ് പ്രേം നസീർ പറഞ്ഞത്. കാരണം എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. അതിനിടയിൽ ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ ശങ്കരാടിയുടെ ക്യാരക്ടറിന്റെ പേര് ശേഷാദ്രി എന്നാണ്. ശങ്കരാടിയുടെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അവിടെ ഒരാള് തൊഴിലന്വേഷിച്ചു വരുന്നു. അപ്പൊ പുള്ളിയോട് ശങ്കരാടി പറയുന്നത് കേൾക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ തൊഴിലൊന്നുമില്ല, ഇത് ബ്രാഹ്മിൻസിന്റെ ഹോട്ടലാണ്, ഇവിടെ ബ്രാഹ്മിൻസുകാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത് പറയും. അപ്പൊ അവിടെ എന്നിട്ട് ചെറിയൊരു ട്യൂബ് ലൈറ്റ് മിന്നിയ നമ്മുടെ മാത്യു പുറത്തേക്ക് പോകും. പിന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ അടൂർ ബാസി അവിടുത്തെ കുക്കാണ്. അടൂർ ബാസിയുടെ പേര് നരസിംഹ അയ്യർ എന്നാണ്. ആ സിനിമയിലെ പേര് നരസിംഹ അയ്യർ എന്നാണ്. അപ്പൊ പുള്ളി നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ക്യാരക്ടർ, ഘനഗാംഭീര്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ്. പുള്ളിക്ക് എപ്പോഴും അർദ്ധരാത്രി ആകുമ്പോൾ ഒരു വയറിന് ഗ്യാസിന്റെ ട്രബിൾ വരും. ആ ഗ്യാസിന്റെ ട്രബിൾ N ഗോവിന്ദൻകുട്ടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്യാസിന്റെ ട്രബിൾ വരുന്നത് വെച്ചാൽ ഈ N ഗോവിന്ദൻകുട്ടിയുടെ കഥാപാത്രത്തിന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ അത് എല്ലാ ദിവസവും ഇയാൾ പോകുന്നുണ്ട്. അങ്ങനെ കഥയിൽ ഇങ്ങനെ വരയ്ക്കുന്ന സിഗ്നലൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസത്തിൽ തന്നെ എടുത്തു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പുറത്തു പോയ മാത്യു തിരിച്ച് ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വരികയും വില്വാദ്രി അയ്യർ എന്നാണ് തന്റെ പേര് എന്ന് പറഞ്ഞിട്ട് അവിടെ സപ്ലയറിന്റെ ജോലി നോക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ സപ്ലയറിന്റെ ജോലി തീരെ വശമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വളരെ റഷായിട്ട് വരുന്ന സമയത്ത് കുറെ തിക്കും തിരക്കും ബഹളവും, അതേപോലെ തന്നെ നമ്മുടെ ഓർഡർ എടുക്കുന്ന തെറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തെറ്റുന്നു. അപ്പൊ അത് ഒരാളുടെ തലയിൽ കൂടെ സാമ്പാർ ഒഴിച്ചു വീഴുന്ന ഒരു നല്ലൊരു കോമഡി അന്തരീക്ഷത്തിൽ കൂടെയൊക്കെയാണ് ഈ സംഭവം പോകുന്നത്. അപ്പൊ അങ്ങനെ അത് വല്ലാത്തൊരു അവസ്ഥയിൽ വരുമ്പോൾ ശങ്കരാടി വന്നിട്ട് പറയുന്നു, നീ ഇന്നലെ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അപ്പൊ ഇന്ന് തന്നെ പൊക്കോ, 5 രൂപ എടുത്തു കൊടുക്കും. ഈ 5 രൂപയും 25 രൂപയും 50 രൂപ അന്ന് വലിയ പൈസ, 2000 രൂപ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അന്ന് വലിയ പൈസയാണ് കേട്ടോ. അപ്പൊ 5 രൂപ എടുത്ത് നീ പൊക്കോ എന്നുള്ള പറയുന്നു. അപ്പോ നമ്മുടെ അടൂർ ബാസിയുടെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, നരസിംഹ അയ്യർ ചോദിക്കുന്നുണ്ട്, എന്തിനാ പറഞ്ഞേക്കണേ, അയാളെ എന്തൊന്നും പഠിപ്പിച്ചില്ല? അല്ല, അയാൾ പഠിച്ചിട്ട് വന്നോട്ടെ. ശങ്കരാടി പറയുമ്പോൾ എന്തിനാ പുറമേ പോയിട്ട് പഠിപ്പിക്കുന്നത്, നമുക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊന്നും വഴങ്ങാണ്ട് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ മാത്യു എന്ന് പറയുന്ന കഥാപാത്രം, അതായത് വില്വാദ്രി അയ്യര് പുറത്തേക്ക് പോകും. ശേഷാദ്രിയുടെ വീട്ടിലേക്ക് നമ്മുടെ മാത്യു വില്വാദ്രി അയ്യരായിട്ട് വീണ്ടും ചെല്ലണം. അപ്പൊ അവിടെയാണ് നമ്മുടെ നായിക വിജയശ്രീ ഒക്കെ ഉള്ളത്. അപ്പൊ വിജയശ്രീയോട് ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് ഗീത എന്നാണ്. അപ്പൊ ഗീത വന്നിട്ട് അച്ഛനോട് പറയാണ്, അച്ഛൻ വിചാരിച്ച അദ്ദേഹത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ കൊടുക്കാൻ സാധിക്കില്ലേ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ നോക്കട്ടെ എന്ന് പറയണം. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ ഇവൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അപ്പോൾ ശേഷാദ്രി പറയുന്നു, എന്നാ ഒരു കാര്യം ചെയ്യൂ, വില്വാദ്രി അയ്യർ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പോയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്, ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഒഴിവാക്കി തരാം, താങ്കൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. നാളെ മുതൽ കടയിൽ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ജോലിയിൽ കയറി. ഇതിനിടയിൽ ഇവര് തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നല്ലൊരു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇതേപോലെ വയറിന് ഗ്യാസ് ട്രബിളാന്ന് പറഞ്ഞു പോയ നമ്മുടെ നരസിംഹ അയ്യരെ കാണാനില്ല. അപ്പോൾ SP പിള്ള ഉണ്ട് അതില്, വിഠൽ എന്നാണ് പേര്. അപ്പൊ SP പിള്ള, അപ്പൊ വിഠൽ വന്നിട്ട് ശങ്കരാടിയോട് പറയാണ്, അതെ പുള്ളിയെ അവിടെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, ആള് സംഭവം പോയിട്ട് ഹസ്ബൻഡ് കയറി പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ എൻ ഗോവിന്ദൻകുട്ടി എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഗോവിന്ദൻ പറയാണ്, വലിയ സ്വാമി വരികയാണെങ്കിൽ അയാളെ കെട്ടഴിച്ചു വിടാന്ന് പറയുന്നുണ്ട്. അപ്പൊ വലിയ സ്വാമിക്ക് ഇതിനു വേണ്ടി പോവാൻ വയ്യ. അപ്പൊ പറയുന്നു, ചിന്നസ്വാമിയായിട്ടുള്ള നമ്മുടെ വില്വാദ്രി അയ്യരോട് പറയാണ്, താങ്കൾ പോയിട്ട് ഇതൊക്കെ നേരാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു.
അപ്പൊ പുള്ളി ഭയങ്കര മൊടയാണ്. അപ്പൊ ഈ പെണ്ണിന്റെ ഹസ്ബൻഡ് അതായത് ഗോവിന്ദൻ ഭയങ്കര മൊടയാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ലൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അടൂർ ബാസിനെ അവിടെ നിന്ന് മോചിപ്പിച്ച് തിരിച്ചുകൊണ്ട് വരും. അവിടെ നമ്മുടെ ശങ്കരാടി പറയാണ് അടൂർ ബാസിയോട്, നീ കയറണ്ട, നീ അവിടെ നിന്നാ മതി, നിനക്കുള്ള പൈസ ഒരു 50 രൂപയുണ്ട്, ശമ്പളമൊക്കെ തന്നതാണ്, എന്നാലും ഇത്ര കാലം നിന്നല്ലേ പറഞ്ഞിട്ട് 50 രൂപയുണ്ട്, പൊക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിടുകയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടൂർ ബാസി വീണ്ടും വരുന്നു. നല്ല കാശുകാരനെ പോലെയൊക്കെ വന്നിട്ട് ഞാൻ ചായ കുടിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു ജഗപൊക്കെയൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോകുന്ന വഴിക്ക് പ്രേം നസീറിനെ വിളിച്ചിട്ട് പറയാണ്, എടാ നീ എനിക്കൊരു 50 രൂപ തരണം എന്ന് പറയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ തന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഒരു 2000 രൂപയുടെ ആവശ്യം വരുന്നു. ശങ്കരാടിയോട് ചോദിച്ചിട്ട് ഒരു 1000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ 1000 രൂപ അവിടെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പറവൂർ ഭരതനാണ് അച്ഛന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. ആലുമൂടൻ ഉണ്ട്, ചാണ്ടിക്കുഞ്ഞ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ചാണ്ടിക്കുഞ്ഞിന്റെ ഒരു റിലേറ്റീവിന്റെ മോനെ കൊണ്ടാണ് പ്രേം നസീറിന്റെ അനിയത്തിയെ പെങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് 2000 രൂപ കൊടുക്കണം. അപ്പൊ 2000 രൂപയുടെ പയ്യനാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 1000 രൂപ കൊടുക്കുന്നു, പിന്നെ 1000 രൂപ പിന്നത്തെ വ്യവസ്ഥയിൽ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൾമാറാട്ടൊക്കെ നടത്തി ഇവരുടെ കഥകൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവർ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 രൂപ കൊടുത്ത കാര്യം ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ആലുമുടന്റെ കഥാപാത്രത്തിന് പെട്ടെന്നൊരു പൂതി. അപ്പൊ തന്റെ മോളെ ശോശാമ്മയെ നമ്മുടെ തോമയ്ക്ക് മാത്യുവിന് കൊടുത്താലോ എന്നുള്ളത് ഒരു തോന്നല്. അപ്പൊ ശോശാമ്മ ചെന്നൈയിൽ തന്നെ ഉണ്ട്. അപ്പൊ ശോശാമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആലുമൂടൻ ഒറ്റയടിക്ക് ചെന്നൈയിലേക്ക് വരികയാണ്. ചെന്നൈയിലേക്ക് വരുന്ന സമയത്ത് ഇവന് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് പ്രേം നസീർ അടൂർ ബാസിയെ കണ്ടിട്ട് അടൂർ ബാസി, അതായത് ബ്രാഹ്മണനായിട്ടുള്ള അടൂർ ബാസിനെ പിടിച്ച് ക്രിസ്ത്യാനിയായിട്ട്, അതായത് ഇവന്റെ പേരായിട്ട് മാത്യു ആയിട്ട് മാറ്റുന്നു. ക്രിസ്ത്യാനിയായിട്ടുള്ള പ്രേം നസീർ അയ്യരായിട്ടും ഇരിക്കുന്നു. അങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തി ആലുമൂടന്റെ അടുത്ത് അടൂർ ബാസിയാണ് മാത്യു എന്ന് പറയുന്നു. അങ്ങനെ ശോശാമ്മ വരുന്നു. അടൂർ ബാസിക്കും ശോശാമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിലാവുന്നു. അതിനിടയിൽ ഇവിടെ വിജയശ്രീയും നമ്മുടെ കഥാനായകൻ പ്രേം നസീറും തമ്മിൽ പ്രേമത്തിലാവുന്നു. പടം കഥ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് എൻഡിലേക്ക് എത്തി. അങ്ങനെ കുറച്ച് നർമ്മങ്ങൾക്കും കുറച്ച് സീരിയസ് മുഹൂർത്തങ്ങൾക്കൊക്കെ ശേഷം പടത്തിന്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് മതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അത് ഈ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാരണം 1971 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ കാരണം എന്നിട്ട് ഗത്യന്തരമില്ലാണ്ട് നാടുവിടാൻ ശ്രമിക്കുന്ന സമയത്ത് ശങ്കരാടി പറഞ്ഞത് തന്നെ SP പിള്ള പോയിട്ട് ഇവനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഇവൻ ഗത്യന്തരമില്ലാണ്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ശങ്കരാടി പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, എന്റെ മോളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവൻ അതിനൊന്നും സമ്മതിക്കേണ്ട, കാരണം പറ്റിക്കല്ലേ എന്നുള്ള ധാരണയിൽ തിരിച്ചു പോകണം. വളരെ നന്മ നിറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രേം നസീർ. നിവൃത്തികേടുകൊണ്ട് കള്ളം പറയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവസാനം കുറച്ച് കഴിഞ്ഞ് അവൻ തീരെ നിവൃത്തിയില്ലെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് പ്രേം നസീർ കാര്യങ്ങൾ മുഴുവൻ ശങ്കരാടിയോട് പറയാണ്. അപ്പൊ ശങ്കരാടി ഒന്ന് ഞെട്ടുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ശങ്കരാടി പറയുക, ഇത് ചെറിയൊരു ട്വിസ്റ്റ് ആണ് കേട്ടോ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് എന്ന് ശങ്കരാടി പറയുന്നു. ഞാനും ക്രിസ്ത്യാനിയാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് ഇങ്ങോട്ട് പോന്നിരുന്നതാണ്. അപ്പൊ കറിയാച്ചൻ, അതായത് നമ്മുടെ പ്രേം നസീറിന്റെ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് വരുന്നു. അപ്പൊ ഇവന്റെ പേര് എന്ന് പറയുന്നത്, ശങ്കരാടിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് PP പത്രോസ് എന്നാണ്. അപ്പൊ ശങ്കരാടി വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ബ്രാഹ്മിൺ സ്ത്രീയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ മതങ്ങൾക്ക് അവിടെ വിഷയമില്ല എന്നുള്ളത് ശങ്കരാടി പറയാണ്. എന്നുവെച്ചാൽ ഞാനും ക്രിസ്ത്യാനിയാണ്, നീയും ക്രിസ്ത്യാനിയാണ്, കുഴപ്പമില്ല, എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ചിട്ട് കഴിയുന്നു. അപ്പൊ നേരെ തിരിച്ച് ഇവിടെ ബോവനാലുമൂടന്റെ മോളുണ്ടല്ലോ ശോശാമ്മ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് മതം ഒരു പ്രശ്നമാണ്, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അടൂർ ബാസി പോയിട്ട് ക്രിസ്ത്യാനിയാവും, ക്രിസ്ത്യാനിയായിട്ടുള്ള ശോശാമ്മ പോയിട്ട് ഹിന്ദു ആയിട്ട് വരികയാണ്. പിന്നീട് അവർ അങ്ങനെ തന്നെ ജീവിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അങ്ങനെ അവരുടെ വിവാഹം കഴിയുന്നു. അങ്ങനെ സുഖമായിട്ട് അവർ ജീവിച്ചു പോകുന്നു. ഇതാണ് ഈ സിനിമയുടെ രത്നച്ചുരുക്കം. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. നല്ല തന്മയത്വത്തോടുകൂടി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ 2-3 പാട്ടുകൾ വളരെ നല്ല പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പാട്ടുകൾ ഞാൻ പറയാം. നമ്മുടെ ഏറ്റവും പ്രശസ്തത്തിലെ കാളി ഭദ്രകാളി എന്ന് പറഞ്ഞ പാട്ടില്ലേ, പാട്ട്, പിന്നെ അതേപോലെ തന്നെ മനസ്സിലുണരു ഉഷസന്ധ്യയാൽ എന്ന് പറഞ്ഞ പാട്ട്, അതൊക്കെ ഈ സിനിമയിലെ പാട്ടുകളാണ്. വളരെ രസമായിട്ടുള്ളൊരു പാട്ടാണ്. ഞാൻ കണ്ടത് യൂട്യൂബിൽ നിന്നാണ്. ഹോട്ട്സ്റ്റാറിലും ലഭ്യമാണെന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ യൂട്യൂബിൽ നിന്നാണ് കണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു ചിത്രമാണ്. നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതിഗംഭീരം എന്നൊന്നും ഞാൻ പറയില്ല, നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. നമുക്ക് ബോറടിക്കാതെ 2.5 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.